കൂടത്തായി ജോളിയുടെ പുത്തൻ മേക്ക് ഓവറാണ് സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നത്. ജീൻസും ബനിയനും ഓവർകോട്ടും. നമസ്കാരം. കൂടത്തായി ജോളി ഈ ഒരു പേര് കേൾക്കാത്തവരായിട്ട് മലയാളികൾ ആരും കാണത്തില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിനെ നോക്കി ഇത്രയും വലിയൊരു ക്രൂരമായി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം വേറെ കാണത്തില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ പ്രത്യേകിച്ച് കേരളീയർ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയ ഒരു കൊലപാതക പരമ്പരയായിരുന്നു കൂടത്തായിൽ നടന്ന കൊലപാതക പരമ്പര. അതിന്റെ മെയിൻ കക്ഷിയാണ് ഈ പറയുന്ന ജോളി. ഒന്നും രണ്ടുമല്ല, 6 പേരെയാണ്, ഒരു കുടുംബത്തിലെ 6 പേരെയാണ് ഏതാണ്ട് 16 വർഷം കൊണ്ട് കൊന്നൊടുക്കിയത് എന്നുള്ളതാണ്. 2002 തുടങ്ങിയ കൊലപാതകമാണ്. പിഞ്ചു കുഞ്ഞടക്കം, 2 വയസ്സുള്ള പിഞ്ചു കുഞ്ഞടക്കം കൊന്നു തള്ളിയത്. സ്വന്തം ഭർത്താവിന്റെ അമ്മ, ഭർത്താവിന്റെ അച്ഛൻ, ഭർത്താവിന്റെ അച്ഛന്റെ സഹോദരൻ, പിന്നെ തന്റെ കാമുകൻ, കെട്ടാൻ പോയ കാമുകന്റെ ഭാര്യയുടെ കുഞ്ഞ്, അങ്ങനെ അടക്കം ഏതാണ്ട് 6 പേരെയാണ് ഈ പറയുന്ന കൊടും ക്രിമിനലായ ഈ പറയുന്ന കൂടത്തായി ജോളി കൊന്നു തള്ളിയത് എന്നുള്ളതാണ്. ഓക്കെ, ആ കൂടത്തായി ജോളി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് എല്ലാവരും അന്തം വിട്ടു എന്നുള്ളതാണ്. നമ്മുടെ കൂടത്തായി കേസിൽ നമ്മൾ കണ്ടിട്ടുള്ള ജോളി എന്നീ ചുരിദാർ അല്ലെങ്കിൽ സാരിയൊക്കെ കൊടുത്ത് വളരെ ഒരു കൂസലുമില്ലാതെ പോകുന്ന ഒരു ജോലിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ട ജോലിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ജീൻസ് പാൻറ്റും ജീൻസ് ഷർട്ടും ഇട്ട് ഉള്ളിൽ പിന്നെ ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി ഒരു സിനിമ ലുക്കിൽ, ഏതോ ഒരു സെലിബ്രിറ്റി വന്ന ലുക്കിൽ വളരെ കൂളായിട്ട് അവിടെയുള്ള പോലീസുകാരോടൊത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജോലി. ഓക്കെ, എല്ലാവരും ഞെട്ടി. അതായത് 1-2 അല്ല, 6 പേരെ കൊന്ന ഇപ്പോ ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളിയാണ് ഈ ജോളി. അവളെയാണ് നമ്മൾ ഈ സമൂഹം, നമ്മുടെ പൊതുസമൂഹം കാണുകയാണ്. 6 പേരെ കൊന്ന് നമ്മുടെയൊക്കെ വിചാരത്തിന് മനസ്സെന്താണ്? 6 പേരെ കൊന്നില്ല, അവൾ അവിടെ കിടന്ന് ജയിലിൽ കിടന്ന് നരയിക്കുകയായിരിക്കും, അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് സാധാരണക്കാരുടെ മനസ്സ്. പക്ഷേ പൊതുസമൂഹത്തേക്ക് വന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ആ ഒരു വീഡിയോ, ആ ഒരു ചെറിയ ന്യൂസും ആദ്യം വെച്ചിട്ട് ജോളി ആരാണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ്. കേൾക്കാം. കൂടത്തായി ജോളിയുടെ പുത്തൻ മേക്ക് ഓവറാണ് സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നത്. ജീൻസും ബനിയനും ഓവർകോട്ടും ഒക്കെയായി കാലിന്മേൽ കാലം വെച്ച് പോലീസുകാരോട് സൊറ പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ ഏതോ ഉദ്ഘാടനത്തിന് വന്ന സെലിബ്രിറ്റിയാണെന്നേ തോന്നുകയുള്ളൂ. പക്ക മോഡേൺ ലുക്കിൽ കയ്യിൽ പഠന സാമഗ്രികളുമായാണ് ജോളി കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയത്. കാണാനായി ആളുകൾ തടിച്ചുകൂടിയതോടെ പോലീസുകാരോട് തമാശകൾ പറഞ്ഞ് ചിരിച്ച് ജോളി ആത്മവിശ്വാസത്തോടെ ഇരിപ്പു തുടർന്നു. പിന്നാലെ പോലീസുകാർ തന്നെ അവരെ അവിടെ നിന്ന് മാറ്റി. കോഴിക്കോട് സബ് ജയിലിൽ കഴിയുന്ന ജോളി നിലവിൽ BA ഹിസ്റ്ററി ബിരുദ പരീക്ഷകൾ എഴുതുന്ന തിരക്കിലാണ്. പ്രീ ഡിഗ്രി മാത്രം യോഗ്യതയുണ്ടായിരുന്ന ജോളി ജയിൽവാസത്തിനിടയിലാണ് ഉന്നത വിദ്യാഭ്യാസം തുടരാൻ തീരുമാനിച്ചത്. കഷായം ഗ്രീഷ്മയും ജയിലിൽ പഠന തിരക്കുകളിലാണ്. വീഡിയോകൾക്ക് താഴെ രസകരവും ഓക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ജീൻസ് പാന്റ്, ജീൻസ് ഷർട്ട്, അതിനകത്ത് ഈ പറയുന്ന ടീഷർട്ട് ഒക്കെ ഇട്ട് വളരെ ജോളിയായിട്ട് വളരെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ജോലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു ക്രൂരമായ മാരകമായ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം ചെയ്ത വിചാരണ തടവുകാരിയായിട്ട് കഴിയുന്ന ഈ പറയുന്ന ജോലിയെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട രീതി ഇതാണോ എന്നുള്ളതാണ്. ഇതാണോ സത്യമാണ്? അതായത് ഇവർ ഇതുവരെയൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരു വിചാരണ തടവുകാരിയാണ് എന്നുള്ളത്. അവർക്ക് അവിടെ വന്നിട്ട് ഈ പറയുന്ന ജയിലിനകത്ത് ജയിൽ വസ്ത്രങ്ങൾ വിടേണ്ട ഒരാവശ്യവുമില്ല. അവർക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇതുപോലെ ഇവർ വന്നത് എന്തിനെന്നറിയാമോ? മറ്റൊന്നുമല്ല, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. ഇതൊരു ഡിഗ്രി പരീക്ഷ. അന്ന് ഞാൻ ഡിഗ്രിയാണ്, ഞാൻ MCOM ആണ്, ഞാൻ BTech ആണ്, തേങ്ങയാണ്, ഞാൻ പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞ ജോലിയുടെ കള്ളങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇതുപോലെ വർഷങ്ങളോളം ഒരു കുടുംബത്തെ മൊത്തം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തം വിഡ്ഢിയാക്കി എങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇത്ര വലിയൊരു കുറ്റം ചെയ്തു എന്ന് വിചാരിച്ച് നമുക്ക് അന്തം വിട്ടു പോകുമെന്നുള്ളതാണ്. അപ്പോ ഡിഗ്രി പരീക്ഷ, അതായത് ജയിലിൽ ചുമ്മാ എനിക്ക് പഠിക്കാനുള്ള അവസരമുള്ള, അങ്ങനെ ഡിഗ്രി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചിരുന്നു. അങ്ങനെ ഡിഗ്രി പരീക്ഷ 2ാം വർഷ ഡിഗ്രി പരീക്ഷ അങ്ങനെ എന്തോ ആണ്, അത് എഴുതാൻ വേണ്ടിയിട്ട് വന്നപ്പോഴുള്ള ഒരു ചിത്രമാണ് എന്നുള്ളതാണ്. ശരി തന്നെയാണ്, എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു കുറ്റവാളിയെ നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസുകാർക്ക് ഒരു മിനിമം ഒരു സാമാന്യ ബോധം വേണം. അതായത് ഇങ്ങനെയുള്ള ആഡംബരമായ മോഡേൺ ഡ്രസ്സുകൾ ഇടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിയമപരമായിട്ട് അവർക്കതിന് കഴിയത്തില്ല എങ്കിലും ഒരു സാമാന്യ ബോധം എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഈ സമൂഹം എങ്ങനെ ഇവരെ കാണുമെന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ പണ്ടൊക്കെ സാരി ഉടുത്ത് ചുരിദാർ എടുത്ത് വളരെ കുലീനയായ സ്ത്രീ, വളരെ ഒന്നും പഞ്ചഭാവമായിട്ട് കണ്ടിട്ട് വസ്ത്രധാരണത്തിൽ വരെ അന്ന് വളരെ കുലീനയായ ഒരു സ്ത്രീ പോലെയായിരുന്നു. ഇപ്പോ
ഈ 6 കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടു. 6 കൊലപാതകങ്ങൾ ഇവർ തന്നെയാണ് ചെയ്തതെന്ന് ഒരു മാറ്റമില്ലല്ലോ, ഒരു തർക്കം ആർക്കില്ല. അതിനുശേഷം അവര് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഡ്രസ്സ് മാറി, അവരുടെ ശൈലി മാറി, നല്ല ഗ്ലാമറസ് ആയിട്ട് ഒരു സിനിമാ നടിയുടെ പരിവേഷത്തോടു കൂടി ഈ പറയുന്ന പൊതുസമൂഹത്തിലേക്ക് കൊണ്ടിറക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. ജനങ്ങൾ എന്താ ചിന്തിക്കുക? അതായത് ഇത്രയും വലിയൊരു കൊലപാതക പരമ്പര ചെയ്തിട്ട് പോലും അവിടെ അവർ സുഖിച്ച് കഴിയുകയാണ് എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇത് നമുക്കും ചെയ്യാം എന്നൊരു തോന്നൽ വരത്തില്ലേ എന്നുള്ളതാണ്. അപ്പം ഇവർക്കൊരു സാധാരണ വലിയ മോഡേൺ ഇല്ലാത്ത ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാധനം ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവര് മുമ്പ് അല്ലെങ്കിൽ ഇവരെങ്ങനെ ആയിരിക്കണം അല്ലെ? മുമ്പ് ഈ കൊലപാതകമൊക്കെ നടത്തിയ സമയത്ത് അവർ അങ്ങനെ ആയിരിക്കണം, അവരുടെ വസ്ത്രധാരണം അങ്ങനെ ആയിരുന്നു എങ്കിൽ ശരിയൊക്കെ. ഇത് ഒരു ഡ്രസ് ജീൻസ് മാത്രം പോരാ, ഒരു അടിയിലൊരു പിന്നീട് ബനിയൻ, അതിന്റെ പുറത്തൊരു ഓവർ കോട്ട്, എന്തോന്നറിയ ഇത് സിനിമ നടി അഭിനയിക്കാൻ പോണത്, ഗ്ലാമർ താരോ, വലിയ കഷ്ടം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ജോണി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. അറിഞ്ഞാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓട്ടിച്ച് പറയാം. ഇത് തുടങ്ങുന്നത് അതായത് സ്വന്തം ഭർത്താവ്, അതായത് ഒരു പ്രേമ വിവാഹമായിരുന്നു, ജോളിയും ഭർത്താവുമായിട്ട് പ്രേമ വിവാഹമായിരുന്നു. ഇവൾ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു എന്ത് ചെയ്യുന്നു, ഒരു കുടുംബത്തേക്ക് വന്ന് കയറുന്നു. അവിടെ ഭരിച്ചിരുന്നത് സ്വന്തം ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അതിൽ ഭർത്താവിന്റെ അമ്മ, അതായത് അമ്മായി അമ്മയാണ് ആ കുടുംബം എന്ത് ചെയ്യുന്നത്, കുടുംബം ഭരിച്ചിരുന്നത്. ഇവിടെ വന്ന് പൈസ കണ്ടപ്പോൾ ഈ പൈസയൊക്കെ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്തയാണ് ജോളിക്ക് ആദ്യം ഉണ്ടായത്. അങ്ങനെ 2002 ആട്ടിൻ സൂപ്പിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സൈനൈഡ് കൊടുത്താണ് എല്ലാവരും കൊല്ലുന്നത്. ആട്ടിൻ സൂപ്പിൽ സൈനൈഡ് കൊടുത്ത് ആദ്യം കൊലപ്പെടുത്തുന്നത് ഈ പറയുന്ന അമ്മായി അമ്മയാണ് എന്നുള്ളതാണ് ഈ ജോളി. അതായത് അമ്മായി അമ്മയാണ് അവിടുത്തെ ഉള്ള വീട്ടുകാര്യങ്ങൾ മൊത്തം നോക്കുന്നത്. അപ്പൊ ആ വീട്ടിന്റെ താക്കോൽ എനിക്ക് വേണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി അമ്മായി അമ്മയെ ആദ്യം കൊലപ്പെടുന്നു. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആർക്കും സംശയമില്ല എന്നുള്ളത്. അതിനുശേഷം 6 വർഷം വരെ ഈ ജോളി കാത്തിരിക്കുന്നു. 6 വർഷം കഴിഞ്ഞ് 2008 ടോം തോമസ്, 2008 അടുത്ത കൊലപാതകം. ഈ ടോം തോമസ് എന്ന് പറഞ്ഞ ഭർത്താവിന്റെ അച്ഛൻ, മനസ്സിലായി? ആദ്യം ഭർത്താവിന്റെ അമ്മയെ കൊന്നു, ഇപ്പൊ ഭർത്താവിന്റെ അച്ഛൻ ഈ പറയുന്ന വസ്തുക്കളെല്ലാം ഭർത്താവിന്റെ വസ്തുക്കളൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള ചിന്തയായിരുന്നു. അത് കിട്ടില്ല എന്ന് തോന്നിയപ്പോ 2008 ഓഗസ്റ്റിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അദ്ദേഹത്തിന് പിന്നെ കൂൺകറിയിൽ, അതായത് കൂൺകറിയുണ്ട്, അതിനകത്ത് സൈനൈഡ് കൊടുത്തു ഭർത്താവിന്റെ അച്ഛനെയും കൊല്ലുന്നു. ഓക്കെ, അവിടെയും ആർക്കും സംശയമില്ല. അവിടെയും ഈ പറയുന്ന അറ്റാക്ക് ആണെന്ന് എഴുതി തരും. ഈ സൈനൈഡ് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം. അപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 2 മരണം നടന്നു. അതിനുശേഷം ആദ്യം 2002 പിന്നെ 2008 പിന്നെ 2011 ഇവളെന്ത് ചെയ്യുന്ന അറിയാമോ, സ്വന്തം ഭർത്താവിനെ തന്നെ കൊല്ലുന്നു എന്നുള്ളത്. 2011 പിന്നീട് ഈ പറയുന്ന കടലക്കരയിൽ ഈ അതേ സൈനൈഡ് കൊടുത്ത് റോയ് തോമസ് ആണ് ഇവരുടെ ഭർത്താവിനെ തന്നെ കൊല്ലും. ഭർത്താവിനെ കൊല്ലാൻ കാരണം ഇവള് എപ്പോഴും എന്തോ ഒരു പ്രൊഫസറാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് ഡെയിലി ജോലിക്ക് വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഒരു വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോയി. പിന്നെയാണ് അറിഞ്ഞത് ഇവള് അങ്ങനെ ഒരു ജോലി തേങ്ങയൊന്നും ഇല്ല, അങ്ങനെ സംശയമായി ഇവൾക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് അങ്ങനെ സംശയം. അങ്ങനെ ഇങ്ങനെ സംശയിച്ചു തുടങ്ങിയപ്പോൾ അവിടെ വെച്ച് 2011 സ്വന്തം ഭർത്താവിനെ തീർക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഭർത്താവും കൂടി ഒരേ രീതിയിൽ മരിച്ചപ്പോൾ ഇവർക്ക് സംശയങ്ങൾ തുടങ്ങി. ഈ ഭർത്താവിന്റെ അതായത് അമ്മായിയപ്പന്റെ അനുജനുണ്ട് മാത്യു എന്ന് പറഞ്ഞ അയാൾക്ക് സംശയം തോന്നി, ഇവരുടെ ഭർത്താവ് മരിച്ചു, ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. അങ്ങനെ ഭർത്താവ് മരിച്ചൊരു ഭർത്താവിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം അതിനകത്ത് സയനൈഡിന്റെ അംശം കണ്ടെത്തുന്നു. പക്ഷേ അത് പുള്ളി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെ ആവുന്നു, ആത്മഹത്യ ചെയ്തതാണ് എന്ന് എല്ലാവരും കരുതി. അതിന്റെ പേരിൽ ജോലിക്കെതിരായിട്ട് ആർക്കും സംശയം വന്നു. പക്ഷെ ഈ ഒരു മാത്യു എന്ന് പറയുന്ന ആള്, അതായത് ഇവിടെ ഭർത്താവിന്റെ അച്ഛന്റെ അനുജൻ, അവരിങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ തീർത്തില്ലെങ്കിൽ നാളെ എനിക്കൊരു പണിയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തീർക്കുന്നു എന്നുള്ളതാണ് അടുത്ത മരണം. അത് തൊട്ടടുത്താണ് വീട്. അങ്ങയുടെ ഭാര്യ ഇല്ലാത്ത സമയത്ത് അവിടെ പോയി മദ്യത്തിൽ ഈ സൈനൈഡ് കലക്കി നൽകുന്നു. അവിടെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും മരിക്കുന്നു. അതിലും ആർക്കും ഒരു സംശയമില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഭർത്താവിന്റെ അച്ഛന്റെ അനുജന്റെ മകനുണ്ട്, അവനുമായിട്ട് ഇവർക്കൊരു ബന്ധം, ഒരു അടുപ്പം തോന്നുന്നു. ഈ അനുജനെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ഈ അനുജനെ കല്യാണം കഴിക്കണമെങ്കിൽ അനുജൻ കല്യാണം കഴിച്ചതാണ്. അവർക്ക് 2 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുമുണ്ട്. അങ്ങനെ 2014 ഈ കൊച്ചിന്റെ 2ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ ജോളി അവിടെ ചെന്ന് ആ കുഞ്ഞിന്റെ കഴിച്ചുകൊണ്ടിരുന്നതിൽ സൈനൈഡ് കൊടുത്തു ആ കുഞ്ഞിനെ തീർക്കുന്നു.
ആലോചിച്ച് നോക്കണം, എത്ര പേരും നോക്കണം. അങ്ങനെ ആ കുഞ്ഞിനെ തീർക്കുന്നു. കുഞ്ഞിനെ തീർത്തപ്പോൾ പിന്നെ ആരുണ്ട്? പിന്നെ ഉള്ളത് ഭാര്യയുണ്ട്. അങ്ങനെ കെട്ടണമല്ലോ. പിന്നെ ഭാര്യയുണ്ട്. 2014 തീർക്കും. പിന്നെ 2016 ഈ ഭാര്യയെ തന്നെ തീർക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാര്യയെ കൊണ്ട് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന അവിടെ വെച്ച് സിലിയാണ് ഭാര്യയുടെ പേര്. ഒരു ദന്താശുപത്രിയിൽ വെച്ച് ഗുളികയിലും വെള്ളത്തിലും സൈനൈഡ് നൽകി കൊള്ളുന്നു. ഈ സിലിയെ കൊന്നതിന് ശേഷവും ആർക്കും സംശയമില്ല എന്നുള്ളത്. അതിനുശേഷം ഈ പറയുന്ന മകളെയും ഭാര്യയെയും കൊന്നതിന് ശേഷം ആ ഭർത്താവിനെ ഇവിടെ കെട്ടും. ഓക്കെ, കെട്ടിയതിന് ശേഷം വീണ്ടും 1-2 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സംശയം. അതായത് ഇവള് ഈ അമ്മ, അതായത് ഭർത്താവിന്റെ അച്ഛനെ കൊന്നതിന് ശേഷം വ്യാജമായിട്ടുള്ള രേഖ പിന്നീട് ഉണ്ടാക്കിയിട്ട്, ഒരു വിൽപത്രം ഉണ്ടാക്കിയിട്ട് തനിക്ക് ഈ ഭർത്താവിന്റെ അച്ഛൻ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചു എന്നൊരു വ്യാജമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കി. ഇതിൽ സംശയം തോന്നി ഈ പറയുന്ന വിദേശത്തുള്ള അവര് വന്ന് പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവിടെ പിടിക്കപ്പെടുന്നത്. മനസ്സിലായി? പിന്നെയാണ് ഓരോന്നായിട്ട് വെളിയിൽ വരുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന കേരളം ഞെട്ടിയ ഈ ഒരു കൊലപാതക പരമ്പര നമ്മൾ അറിയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇതുപോലെ വളരെ മൃഗീയമായിട്ടും ക്രൂരമായിട്ടും കൊച്ചിനെ വരെ കൊന്നൊടുക്കിയ കൊടും കുറ്റവാളിയായ ഈ ജോളിയെയാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിന്റെ ഇമേജ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ വളരെ മോശപ്പെട്ട ഒരു പ്രവണതയായിരുന്നു. അങ്ങനെ ഒരു പിന്നീട് നിയമം, അങ്ങനെ ഒരു അവകാശം അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാർക്ക് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്കൊരു സാമാന്യ ബോധം വേണം. ഇത്രയും കൊലപാതകം നടത്തിയ ഒരാളെ സമൂഹത്തിന്റെ ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ അവർ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇടണം, ഇങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരുടെ ബന്ധുക്കൾക്ക് എന്ത് വേദനയുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളെയും ഒക്കെ കൊന്നവരുടെ ഇപ്പോൾ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് പണ്ടിരുന്നതിനെക്കാട്ടി സെറ്റപ്പിൽ വരുമ്പോൾ എന്താണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത് എന്നൊരു ചോദ്യം വരില്ല എന്നുള്ളതാണ്. നമ്മുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് കൊടുക്കണം. ജയ് ഹിന്ദ്.